ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഓണത്തിന് വെക്കാൻ പറ്റിയ തേങ്ങ വറുത്തരച്ച ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കഴുകി ഒന്ന് വേവിക്കാനിടണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്കിത് കുക്കറിൽ വിസിലിട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു സവാള, 4-5 വെണ്ടയ്ക്ക, ഒരു ഉരുളൻകിഴങ്ങ്, പിന്നെ 2 മുരിങ്ങക്കായ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും പച്ചക്കറികൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് നമ്മുടെ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബാക്കി കഷ്ണങ്ങളൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, ഇത് രണ്ടും മാത്രം ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വിസിലൊന്നും ഇടണ്ട, നമുക്ക് സാധാ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് വേണം, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കായം, പിന്നെ തേങ്ങ, പിന്നെ നമുക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും മസാലകൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചുവപ്പ് കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കിതൊന്ന് മിക്സാക്കാം. പിന്നെ നമുക്കിതിലേക്ക് കായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യമുണ്ടായിരുന്നു, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. വെണ്ടയ്ക്ക നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം സബോള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ കിടന്ന് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നമ്മുടെ അരപ്പ് നമുക്കൊന്ന് റെഡിയാക്കണം. ഇത് ചൂടൊക്കെ പോയിട്ടുണ്ട്, നമുക്കൊന്ന് അരച്ചെടുക്കണം. നമുക്കതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല, അതുപോലെ നമുക്കൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വേവിച്ചതിൽ കുക്കറിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വെള്ളം നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കട്ടി ആവശ്യമില്ല, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം അത് പിന്നെയും കുറുകി വന്നോളും. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കായം കൂടെ ഇട്ട് കൊടുക്കണം.
നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് താളിക്കണം. അപ്പോൾ ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 മണി ഉലുവ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ കായം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക്